Hello students, welcome to my video. Now I am going to explain the features of HRM. We have already learned about the meaning and definition of HRM. Now I am going to take features of HRM. The first feature of HRM is integral approach. HRM is an integral approach or integral part of management. Management contains a number of different departments. They are operation department, that is production department, marketing department, personnel department and finance department. Out of this, HRM or personnel department is one of the important part of management. That is integral approach or integral part. There are some parts in a management. They are production, marketing, personnel and finance. The personnel or HRM is the one of the important part of management. So it deals with human resources. നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് മാനേജ്മെൻ്റ് ആണ് HRM. ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ HRM ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ഈ HRM എന്ന് പറയാൻ കാരണം HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മെപ്പോലുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് ടാസ്ക്. Every human being will have different emotions, feelings, nature, etc. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രഗ്ലിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം HRMന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. Then the next one, HRM based on set of principles and practices. HRM is based on a well-defined set of principles and practices. So there are a number of functions are involved in the development of human resources, that is recruitment, selection, training, etc. These all sub functions are based on set of principles and practices. HRM ഒരുപാട് പ്രിൻസിപ്പിൾസിനെയും പ്രാക്ടീസസിനെയും ബേസ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ഈ HRM എന്നുള്ളതിൻ്റെ അണ്ടറിൽ ഒരുപാട് സബ് ഫങ്ഷൻസ് ഉണ്ട്. അതായത് റിക്രൂട്ട്മെൻറ്റ് മുതൽ തുടങ്ങി പ്ലേസ്മെൻറ്റ് വരെ അവസാനിക്കുന്ന നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ദർ. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റെപ്പുകളിലെല്ലാം some principles and practices നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. So we can say that HRM based on some set of principles and practices for the acquiring, developing and maintaining human resources in an organization. Then our third point is human capital. We realized that human resources are the important and vital factor in every organization. So they are considered as human capital or human assets. നമുക്കറിയാം അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനി റിസോഴ്സസ് ദാറ്റ് വി ഹാവ് ഏൺഡ് അല്ലേ, നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ് ഈ ക്യാപിറ്റൽ അസറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു അസറ്റാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്. കാരണം അത്രമാത്രം വാല്യൂ ഉണ്ട്. വി കാണ്ട് മെഷർ ദ വാല്യൂ ഓഫ് എ ഹ്യൂമൻ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ വില അത് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ്. സോ നൗ വി റിയലൈസ്ഡ് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ മോസ്റ്റ് പ്രഷ്യസ് റിസോഴ്സ് ദാൻ അതർ റിസോഴ്സസ്. സോ ദേ ആർ ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ക്യാപിറ്റൽ. Then the next one is people oriented. HRM is people oriented functions. HRM deals with human beings. The human beings will have their own personal objectives, aspirations and motivation. So while managing human resources, it should be in our mind. അപ്പോൾ നമുക്കറിയാം പീപ്പിൾ ഓറിയൻറ്റഡ് ഫങ്ഷൻ ആണ്. HRM contains people oriented function. So
ഈച്ച് ആൻഡ് എവറി പീപ്പിൾ വിൽ ഹാവ് ദെയർ ആസ്പിരേഷൻസ്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് ഉണ്ട്, ആസ്പിരേഷൻസ് ഉണ്ട്, അവർക്ക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ അവരെ ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടായിരിക്കണം. ദീസ് ആർ പീപ്പിൾ ഓറിയൻറ്റഡ് ഫങ്ഷൻ. Then the next function is comprehensive function. Comprehensive function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെയാണ് അഥവാ മെന്നിനെയാണ്. ഈ HRM എന്നുള്ള പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സബ് ഫങ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ ഓൾറെഡി നമ്മുടെ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സ്റ്റാഫിംഗ് ഫങ്ഷൻ. അവിടെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്? ദിസ് സ്റ്റാർട്ട്സ് ഫ്രം റിക്രൂട്ട്മെൻറ്റ് ആൻഡ് എൻഡ്സ് അപ്പ് ടു പ്ലേസ്മെൻറ്റ് അല്ലേ. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നു പോണേ. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പ്ലേസ്മെൻറ്റ് ആൻഡ് സോ ഓൺ. അത് നമ്മളിപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കും. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് ഈ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾക്ക് കടന്നു പോകണേ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സുകളെല്ലാം എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, ലെങ്തി പ്രോസസ്സാണ്. സോ ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് ഫങ്ഷൻ. Comprehensive function, managing people is a difficult task. It involves a lot of functions like recruitment, selection, placement, training, development, maintenance, retirement plans, etc. So many functions are involved in HRM. So it makes the HRM is a comprehensive function. Then the next function is pervasive functions. There are 3 levels of management. What are they? Top level management, middle level management and lower level management. All these levels contains human resources. So it's a pervasive ഫങ്ഷൻ. ഇതിനൊരു പെർവേസീവ് ഫങ്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസിലും ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ദാറ്റ് ഈസ് സ്വീപ്പർ, ഹെൽപ്പർ, അറ്റൻഡേഴ്സ് മുതൽ മാനേജേഴ്സും ഡയറക്ടേഴ്സും വരെ ഈ ഗണത്തിൽ പെടുന്നു അല്ലേ. അപ്പോൾ ചെറിയ ലെവലിൽ നിന്ന് വലിയ ലെവൽ വരെയുള്ള ആളുകളും നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പെർവേസീവ് ഫങ്ഷനാണ്, യൂണിവേഴ്സലി അപ്ലിക്കബിൾ ഫങ്ഷനാണ്. ഇനി ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എടുത്താലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എടുത്താലും ഈ ഫങ്ഷൻ എല്ലാവിടെയും ഉണ്ട്. മാനേജിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആർ എവരിവേർ അല്ലേ. നമ്മൾ എവിടെ എത്തുന്നു അവിടെ എല്ലാവരുടെയും ഈ മാനേജ്മെന്റ് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ പെർവേസീവ് ഫങ്ഷൻ. Then the next one is individualistic approach. HRM focus on the individual's welfare, satisfaction, growth of an individual. So it is an individualistic approach. ഒരു ഇൻഡിവിജ്വലിൻ്റെ വെൽഫെയർ, സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വെൽഫെയർ, സാറ്റിസ്ഫാക്ഷൻ, ഗ്രോത്ത് ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് HRM ഈസ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച്. Then the next one is goal-oriented approach. Goal-oriented approach. Goal-oriented. There are 3 types of goals are involved in HRM. They are personal goals, organizational goals, and societal goals. Personal goals, organizational goals, and societal goals. If the employees are contented, or if the employees are fulfilled, or the employees are satisfied, they strive for the objectives of ഓർഗനൈസേഷൻ. അതായത് നമ്മളൊരു ഇൻഡിവിജ്വലിനെ എത്രമാത്രം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു, എത്രമാത്രം അവരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അത്രമാത്രം അവരുടെ മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ കൂടും. ഇങ്ങനെ നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്താൽ, മോണിറ്ററിലി ആൻഡ് നോൺ മോണിറ്ററിലി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ, ദേ വിൽ ബ്രിങ് മോർ റിസൾട്ട്സ്. ദ റിസൾട്ട്സ് ലീഡ്സ് ടു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഇങ്ങനെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഓർഗനൈസേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ പെർഫോം ചെയ്യാം. ദെൻ
HRM is a continuous process. HRM എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ഇങ്ങനെ ഡേ ബൈ ഡേ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എവിടെയൊക്കെ മെന്നുണ്ടോ, എന്നൊക്കെ മെന്നുണ്ടോ, മെന്നില്ലാത്തൊരു കാലം എന്ന് പറയുന്നത് ഇംപോസിബിൾ ആണ്. സോ കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. മാനേജിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂവസ് നേച്ചറാണ്. ദെൻ ഡൈനാമിക് ഫങ്ഷൻ ആണ്. ഡൈനാമിക് മീൻസ് ഏബിൾ ടു ചേഞ്ച് ആണ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ. HRM മസ്റ്റ് ബി ഡൈനാമിക് ടു അക്കോമഡേറ്റ് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്. There are some changes may taken place in the environment. It may be in the form of social, technological, economical, etc. പലതരം ചേഞ്ചസ് എപ്പോഴും നമ്മുടെ എൻവയോൺമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുക. ഈ എൻവയോൺമെൻറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ മെന്നിനെ നമ്മൾ എന്താക്കാണ്, ഇനേബിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് HRM. സോ ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്സ്. ദെൻ ഡൈനാമിക് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞത് men should be able to change according with the situations the environment are ever changing. That is, the change may taken place in the form of social change, technological change, economical change, etc. The men would be able to change according to the situation. Then HRM is a challenging function. എന്തുകൊണ്ടാണ് ഇതിന് നമ്മളൊരു ചലഞ്ചിങ് ഫങ്ഷൻ എന്ന് പറയുന്നത്? എവറി പീപ്പിൾ വിൽ ഹാവ് ദെയർ ഓൺ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്സ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ബിഹേവിയർ. ഓരോ മെന്നിൻ്റെയും ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അവരുടെ ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക് ടു എ HR മാനേജർ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള ആൾക്കാരെ ഡിഫറെൻ്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ ഒരു ചലഞ്ചിങ് ഫങ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച്. പല സബ്ജക്റ്റുകളുമായി HRMന് ബന്ധമുണ്ട്. ഇൻ്റർഡിസിപ്ലിനറി, ഇവിടെ ഡിസിപ്ലിൻ എന്നോട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റുകളെയാണ്. ദീസ് ആർ അതായത് HRM ഈസ് ലിങ്ക്ഡ് വിത്ത് അതർ സബ്ജക്ട്സ്. ഇറ്റ് ഡ്രോസ് ഐഡിയാസ് ആൻഡ് കൺക്ലൂഷൻസ് ഫ്രം അതർ സബ്ജക്ട്സ് സച്ച് ആസ് ഇക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി, ബിഹേവിയറൽ സയൻസ്, എക്സെട്ര. ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്ന് ഐഡിയാസ് ഡ്രോൺ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ്സ് ആൻ ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച്. Then the last one, development oriented approach. HRM is development oriented. It focuses on the continuous growth of an organization and also its human resources. ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ഫങ്ഷൻ എന്ന് പറയാൻ കാരണം നമ്മുടെ പേഴ്സണൽ ഗോളുകൾ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഓർഗനൈസേഷൻ്റെ ഗോളുകൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷൻ്റെ ഗോളുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെയാണ് സൊസൈറ്റൽ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. സോ അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം എഡ്യൂക്കേഷൻ വഴിയോ ട്രെയിനിങ് വഴിയോ ഒക്കെ നമ്മൾ ഈ HRMന്, ഈ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. Now I conclude my topic, features of HRM. First one, integral part. HRM is an integral part of management than other parts. It is based on a set of principles and practices for the various processes involved in the HRM. Then HRM is the valuable resources, so it is considered as human capital. People oriented function. HRM is people oriented function. Every people will have their own objectives, aspirations, etc. It's a comprehensive function. A lot of functions are involved in the staffing function or HRM function or personal management function such as recruitment, training, development, placement, compensation, etc. So it's a pervasive function. It is applicable to all types of organization, whether it may be profit organization or non-profit organization or any different levels of organization. We deals with human resources, so it's a pervasive
function. It's an individualistic approach. HRM is an individualistic approach. It considers the welfare and growth of each and every employee. It's a goal-oriented process. There are 3 types of goals: personal goals, organizational goals, and societal goals. It is a continuous process. This process are ongoing process ആണ്. Then dynamic function, it would be dynamic means it should be able to change. Workforce are able to change in accordance with the changes in the environment. It's a challenging function. Every human being will have their own emotions, feelings, etc. So dealing human resources is a challenging one. Interdisciplinary approach. HRM is linked with other subjects. It draws ideas and conclusion from other subjects. So we can call it as interdisciplinary approach. Last one is development oriented. It is the duty of every human resource manager is to develop the human resources for attaining the organizational and societal goals. Okay, thank you.